السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും നന്ദിയോടെ ഓർത്തുകൊണ്ട് അതിന് പകരമായി നല്ല അമലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ തയ്യാറായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു ആ ചിന്ത മറന്നു പോവാതെ നമ്മുടെ മനസ്സിൽ നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്ന എല്ലാ അമലുകളും, ആരാധനകൾ, പുണ്യകർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, ഇവയെല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം എന്നതായിരുന്നു നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ ആകത്തുക ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യമായും അവസാനമായും സ്വാധീനിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ തന്നെയായിരിക്കണം. അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന, പരലോകത്ത് ആശ്വാസം ലഭിക്കുന്ന പല ഭാഗങ്ങളുമുണ്ട്. അതെല്ലാം എളുപ്പമാവാനും ലഭിക്കുവാനും മനസ്സിൽ പ്രവർത്തനങ്ങൾ എത്രത്തോളം നന്നായി സ്വാധീനിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഹാബത്തിനെയും അങ്ങനെ പ്രവർത്തിക്കാൻ അദ്ദേഹം സജ്ജമാക്കിയിരുന്നു. ആ പ്രവർത്തനങ്ങളിലൂടെയാണ് വലിയ ശക്തിയുള്ള, പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു ഈമാൻ അന്നത്തെ ആളുകൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. നമ്മൾ പറഞ്ഞ പോലെ നന്ദിയും കൃതജ്ഞതയും, എനിക്ക് ഈ കിട്ടിയതെല്ലാം എൻ്റെ സാമർഥ്യമോ കഴിവോ അല്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാകുന്നു എന്ന ഒരു ബോധമാണ് നന്ദി ഉണ്ടാക്കുന്നത്. ആ നന്ദിയും കൃതജ്ഞതയും നമ്മൾ ബോധത്തോടു കൂടെ തിരിച്ചറിഞ്ഞാൽ സ്വാഭാവികമായും ആരും പ്രേരിപ്പിക്കാതെ, അടിച്ചേൽപ്പിക്കാതെ നമുക്ക് അമലുസ്വാലിഹാത്ത് വർദ്ധിപ്പിക്കാൻ പറ്റും. റസൂൽ നബി പ്രവാചകൻ സുലൈമാൻ നബിയുടെ ഒരു കഥ ഖുർആനിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കിട്ടിയ ഒരാളായിരുന്നു. അത് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. തനിക്ക് കിട്ടിയതെല്ലാം അള്ളാഹുവിൻ്റെ ഫദ്ലാകുന്നു. അതിൽ രാജാധികാരം പെടും, സമ്പത്ത് പെടും. ഇനി അങ്ങനെയൊന്നുമല്ലാത്ത നമ്മളെപ്പോലെ ജീവിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മളൊന്ന് പട്ടികയാക്കുകയാണെങ്കിൽ, ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഹാദാ മിൻ ഫദ്ലി റബ്ബി, എല്ലാം അള്ളാഹുവിൻ്റേത് മാത്രമാകുന്നു. എന്തിനാകുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റേത് മാത്രമാകുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്?
അതിൻ്റെ ഒരു നേട്ടമാണ്, അതുണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത്, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. ധാരാളം നിഅമത്തുകൾ ലഭിച്ചിരിക്കുന്ന ഒരാൾക്ക് ആ നിഅമത്ത് അയാളുടെ വീക്ഷണത്തിൽ എന്തായിരിക്കും? നന്മയായിരിക്കും, ബർക്കത്തായിരിക്കും, നേട്ടമായിരിക്കും. പക്ഷേ ആ നിഅമത്തിലൂടെ അള്ളാഹു അയാളെ പരീക്ഷിക്കുകയാണോ? അത് നമുക്കറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞാലായിരിക്കും എനിക്ക് പണ്ട് കിട്ടിയിരിക്കുന്ന നേട്ടം കൊണ്ടാണ് ഈ ഒരു ദുരന്തമുണ്ടായത് എന്ന് അറിയുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയുന്നത്, എല്ലാ നിഅമത്തിൻ്റെയും പുറകിൽ അതിനുശേഷം ഒരു പരീക്ഷണം വരാനിരിക്കുന്നുണ്ട്. പരീക്ഷണത്തിന് രണ്ട് മുഖങ്ങളേയുള്ളൂ. ഒന്ന്, ഏറ്റവും നന്ദിയുള്ളവനായി ജീവിക്കണം, അല്ലെങ്കിൽ മറുഭാഗം നന്ദി കെട്ടവനായിട്ട് പോവുകയും ചെയ്യും. നന്ദിയുള്ളവനായി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വലിയ വിനയബോധം വരുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും അവനെ കൂടുതൽ കൂടുതൽ വിനയാന്വിതനാക്കും. താൻ അഹങ്കരിക്കേണ്ടവനല്ല, ആരെക്കാളും വലുതാവേണ്ടവനല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ വളരെ വളരെ ചെറിയവനാണ്. എങ്കിൽ ആ ചെറുതാകുന്നു എന്ന ബോധം ആരുടെ മുമ്പിലും വേണം? മനുഷ്യരുടെ മുമ്പിലും വേണം. അപ്പോൾ മനുഷ്യർക്ക് ലോകത്ത് ഏറ്റവും നല്ല മനസ്സിന് ആശ്വാസം നൽകാവുന്ന ഒരു സമീപനമാണ് ഈ അമലിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. എപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെറുതാവുന്നത് പോലെ എല്ലാവർക്കും മുമ്പിലും നമ്മൾ ചെറുതാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയ്ക്കുള്ള ഒരു പ്രാർത്ഥനയും അങ്ങനെയാണെന്നാണ് ഹദീസിൽ പറയുന്നത്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇജ്അൽനി ഫീ ഐനി സഗീറൻ വഫീ അയ്യുനിൻ നാസി കബീറൻ. വളരെ വളരെ അർത്ഥവത്തായ 1000 പേജുകളിൽ എഴുതിയാലും തീരാത്ത ഒരാശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പടച്ചവനെ, നീ എന്നെ എൻ്റെ കണ്ണിൽ ചെറിയവനാക്കണമേ, മനുഷ്യരുടെ കണ്ണിൽ നീ എന്നെ വലിയവനാക്കണമേ എന്ന്. നമ്മൾ എത്രത്തോളം ചെറുതാകാൻ ശ്രമിക്കുന്നുവോ അത്രയും അള്ളാഹു ആളുകളുടെ മുമ്പിൽ നമ്മെ എടുത്തു കാണിക്കും. ഇന്നുണ്ടാവുന്നത് തിരിച്ചാണ്. നമ്മളെല്ലാം നമ്മുടെ കണ്ണിൽ ആരാണ്? വലിയവന്മാരാണ്. എനിക്ക് ബിരുദമുണ്ട്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. ഇങ്ങനെ വലുതാവാൻ എന്തെല്ലാം മാനദണ്ഡമുണ്ടോ അതെല്ലാം നമ്മൾ പെരുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്തുണ്ടാകുന്നു? അതിൻ്റെ മറുഭാഗം ആളുകൾക്ക് മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുന്നു, ചെറുതായി പോകുന്നു. അപ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വവും സ്വഭാവവും ശീലിച്ച് സ്വന്തമാക്കിയ റസൂലുള്ളയുടെ സമീപനമാണ് എപ്പോഴും നല്ലത്. അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനി സഗീറ, എൻ്റെ കണ്ണിൽ ഞാൻ ചെറുതാവണം. വഫീ അയ്യുനിൻ നാസി കബീറ, മനുഷ്യരുടെ മുമ്പിൽ ഞാൻ വലുതാവണം. അങ്ങനെ ചെയ്യാൻ ആർക്കാ സാധിക്കുക? ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതും അള്ളാഹു വിചാരിക്കണം. അങ്ങനെ സ്വന്തത്തെ കഴുകി വൃത്തിയാക്കി വിനയാന്വിതനാക്കാൻ നമ്മളുടെ പ്രവർത്തനങ്ങൾ സഹായിക്കണം എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഒരു തരത്തിൽ നമ്മൾ മൂല്യനിർണയം നടത്തിയാൽ രണ്ട് കാര്യം ലളിതമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇമാം ഇബ്നുൽ ജൗസി, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയൊക്കെ അത് പറയുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളെയും നന്നായി മൂല്യവൽക്കരിച്ചാൽ രണ്ട് റിസൾട്ട് നമുക്ക് കിട്ടും. എന്താണത്? ഇന്ന മശക്കത്ത ത്വാഅത്തി തൻതഹി വയബ്ഖ സവാബുഹ. ആരാധന, പുണ്യകർമ്മങ്ങൾ, സൽസ്വഭാവം, ഇവയുടെയെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് താൽക്കാലികമായിരിക്കും. എന്നാൽ അതിൻ്റെ പ്രതിഫലമോ അനശ്വരമായിരിക്കും. കൃത്യമായി നമസ്കരിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ടാകും, കൃത്യമായി അമലുസ്വാലികൾ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ടാകും.
ആ പ്രയാസം അരമണിക്കൂറോ 1 മണിക്കൂറോ 1 ദിവസമോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അത് പെർഫെക്റ്റായി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, പ്രതിഫലം എന്തായിരിക്കും? അരമണിക്കൂറും 1 മണിക്കൂറുമല്ല, എന്നേക്കുമായിരിക്കും. ഇതാണ് എല്ലാ അമലു സ്വാലിഹാത്തുകളുടെയും കഥ. ചെയ്യുമ്പോൾ താൽക്കാലികമായ പ്രയാസമുണ്ടാകും, ചെയ്തു കഴിഞ്ഞാൽ അനശ്വരമായ നേട്ടവും ഉണ്ടാകും. ഇതാണ് പ്രവർത്തനങ്ങളുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് പറയുന്നത് വഇന്ന ലദ്ദത്തൽ മഅസിയത്തി, തെറ്റുകൾ ചെയ്യുമ്പോഴുള്ള ആസ്വാദനം, തെറ്റുകൾ ചെയ്യുമ്പോഴുള്ള സുഖവും ഒരു എൻജോയ്മെൻറ്റും, അത് തൻതഹി, അതും അവസാനിക്കും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള സുഖം അരമണിക്കൂറോ 2 മണിക്കൂറോ 1 ദിവസമൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെയോ വയബ്ഖാ ഇഖാബുഹ, അതുകൊണ്ടുള്ള ശിക്ഷയോ നീണ്ടു നിൽക്കും, അനശ്വരമായിരിക്കും. ആ തെറ്റ് നമുക്ക് വരുത്തി വെക്കുന്ന ശിക്ഷയുടെ ദുരന്തത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഊക്ക് 1-2 മാസത്തേക്കായിരിക്കുകയില്ല. തൽക്കാലം അരമണിക്കൂർ 1 മണിക്കൂർ നമുക്ക് ഒരു എൻജോയ്മെൻറ്റ്, സുഖം ലഭിച്ചുവെങ്കിലും അതുണ്ടാക്കുന്ന വിന കാലാകാലവും സഹിക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ മൂല്യം നിർണയിക്കുക. എനിക്ക് അരമണിക്കൂറിൻ്റെയോ 1 മണിക്കൂറിൻ്റെയോ സുഖമാണോ വേണ്ടത്? അല്ല, അരമണിക്കൂറോ 1 മണിക്കൂറോ അല്പം പ്രയാസപ്പെടാൻ ഞാൻ തയ്യാറാണോ? ഇത് രണ്ടുമാണ് നമ്മുടെ മുമ്പിൽ ഏത് പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു ഓപ്ഷൻ. അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാകുന്നു എന്നർത്ഥം. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഭാവി ജീവിതത്തിൽ കൂടുതൽ ആശ്വാസമാവാൻ, അള്ളാഹുവിൻ്റെ നിഅമത്തും ബറക്കത്തും ലഭിക്കുന്ന രൂപത്തിലാവാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ മനസ്സിനെ കൂടുതൽ വൃത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു വളരെ സംക്ഷിപ്തമായ കാര്യമാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. തൻ്റെ ആത്മാവിനെ, മനസ്സിനെ, ആ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന്, വേണ്ടാത്ത ആഗ്രഹങ്ങളിൽ നിന്ന് ആരാണോ പ്രതിരോധിക്കുന്നത്, അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ താൻ നിൽക്കേണ്ടി വരും എന്ന് ആരാണോ ഭയപ്പെടുന്നത്, അവനായിരിക്കും അവസാനത്തെ സങ്കേതമായ സ്വർഗം ലഭിക്കുക. 2 കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന ഭയം. അത് വലിയൊരു ഭയമാണ്. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് ആ ഒരു ഭയപ്പാട്. നമ്മെ നിരീക്ഷിക്കുന്ന, നമ്മളുടെ മുകളിൽ നമുക്ക് ജോലി നൽകിയിരിക്കുന്ന നമ്മളുടെ ബോസ്, അയാളെ എപ്പോഴെങ്കിലും കാണേണ്ടി വരുമോ, എന്നെ എന്തെങ്കിലും വെറുക്കുമോ എന്നൊരു ചിന്തയുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും വെപ്രാളമുണ്ടാകും, ജാഗ്രതയുണ്ടാകും. അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് നമ്മളുടെ രക്ഷിതാവായ റബ്ബായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന ജാഗ്രത. അതാണ് ഈ പറഞ്ഞ എല്ലാ തെറ്റുകളെയും എളുപ്പത്തിൽ പ്രതിരോധിക്കാനുള്ള മാർഗം. അതുണ്ടായിക്കഴിഞ്ഞാൽ വനഹൻ നഫ്സ, നമ്മളുടെ ആത്മാവിനെ, മനസ്സിനെ ഇതിൽ നിന്നും വൃത്തിയാക്കാനും പറ്റും. ആ രൂപത്തിൽ ഒരേ സമയത്ത് മനസ്സിനെ വൃത്തിയാക്കുകയും നല്ലത് വർദ്ധിപ്പിക്കുകയും മോശമായത് മാറ്റി നിർത്തുകയും ചെയ്യുക എന്നതാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാനും അത് നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുവാനുമുള്ള ഏറ്റവും ലളിതമായ ഒരു കാര്യം. അതനുസരിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പ്ലാൻ ചെയ്യുക, അതിനു വേണ്ടി നമ്മൾ അമലുകളും ധാരാളമായി പ്രവർത്തിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിച്ച് അവൻ്റെ നിഅമത്തും ബറക്കത്തും ആരോഗ്യമായി, ആയുസ്സായി, സമാധാനപൂർണമായ ജീവിതമായി നൽകിക്കൊണ്ട് നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ
നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞ ഒരു കാര്യവും കൂടി നമ്മൾ കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അൽഖാ ഫീ ഖൽബിക നൂറൻ ഫലാ തുത്ഫിഉഹു ബിളുൽമത്തിൽ മആസി. ഇമാം ഷാഫിഈ റഹിമഹുല്ലയോട് ഇമാം മാലിക് റഹിമഹുല്ല പറയുന്ന ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാണത്. അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ ഒരു വെളിച്ചം ഇട്ട് തന്നിരിക്കുന്നു. നിങ്ങളായിട്ട് തെറ്റുകൾ ചെയ്തിട്ട് ആ വെളിച്ചം ഊതിക്കെടുത്താൻ പാടില്ല. നമ്മുടെ മനസ്സിലുള്ള വെളിച്ചം നമുക്കറിയാം, അത് ഈമാനാണ്, ഭക്തിയാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഖുശൂഅ്, ഭയപ്പാടാണ്, അവനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതെല്ലാം മനസ്സിനെ എല്ലാ സമയത്തും പ്രകാശപൂരിതമാക്കുകയാണ്. ആ പ്രകാശമില്ലെങ്കിലോ മനുഷ്യൻ പിന്നെ മരിച്ചതിന് തുല്യമാണ്. മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ മൂല്യവും വിലയും നിർണയിക്കുന്നത് ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നത് ഈ വെളിച്ചം എത്ര കാലമുണ്ടോ അത്രയും കാലമാണ്. അതിനേക്കാളും പ്രധാനമാണ് പിന്നീട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഈ വെളിച്ചം അണഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മളത് ഊതിക്കെടുത്തുന്നതിന് തുല്യമാകുന്നു എന്നർത്ഥം. നമ്മുടെ മുമ്പിലുള്ള ഈ ബൾബുകൾ നമ്മൾ നോക്കുക, പലതരത്തിൽ പ്രകാശിക്കുന്ന ബൾബുകളുണ്ട്. 40 വാൾട്ടും 100 വാൾട്ടുമുള്ള ബൾബുകളുണ്ട്. കല്യാണപ്പന്തലിലും ആഘോഷ സന്ദർഭങ്ങളിലും ഒരുപാട് വർണ്ണ വിളക്കുകൾ നമ്മൾ കാണാറുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന നിറമാണ്, അന്തരീക്ഷം മൊത്തം പ്രകാശപൂരിതമാക്കുന്ന വിളക്കുകളാണ്. പക്ഷേ കരണ്ട് പോയാലോ ഇവയെല്ലാം അണഞ്ഞു, ഒന്നിനും സ്ഥാനമില്ല. 10 വോൾട്ടും 40 വോൾട്ടും 100 വോൾട്ടും എല്ലാം സമമാണ്. ഇതാണ് മനുഷ്യൻ്റെയും അവസ്ഥ. മനസ്സിൽ ഇവിടെ പറഞ്ഞ ഈ 100 വെളിച്ചമില്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ ശമ്പളമുണ്ടായിട്ട്, വലിയ അംഗീകാരമുണ്ടായിട്ട്, വലിയ സ്ഥാനമാനമുണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് മാലിക് റഹിമഹുല്ല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വെളിച്ചം കെട്ടുപോവാതെ നമ്മൾ സൂക്ഷിക്കുക. എങ്കിൽ നമുക്ക് എത്ര ചെറിയ വെളിച്ചമാണെങ്കിലും അത് പടച്ചവൻ വലുതാക്കി ശക്തിപ്പെടുത്തി ഇരട്ടിയാക്കി നൽകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമുക്ക് അറിവിലൂടെ പലതരം അറിവുകൾ നമ്മൾ നേടുന്നുണ്ട്. ആ അറിവിലൂടെ നമുക്ക് ലഭിക്കുന്നത് പവർ, ശക്തിയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും തോറും സാധാരണ പറയാറുള്ളത് അൽ ഇൽമു ഖുവ്വത്തുൻ, അറിവ് ശക്തിയാണ്. പക്ഷേ അമലാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ അത് വെളിച്ചമായിരിക്കും. അറിവിലൂടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നിവർത്തിയാൽ, അതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കിയാൽ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും. പക്ഷേ മനസ്സിൽ പ്രകാശമുണ്ടാവണമെങ്കിൽ ഈ അറിവ് മാത്രം പോരാ, നമ്മൾ പറഞ്ഞ വെളിച്ചവും കൂടി അമലും കൂടി വേണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അമലുകൾ, പ്രവർത്തനങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനോടുള്ള ഒരു പെരുമാറ്റ മര്യാദയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയുണ്ടായി. എപ്പോഴാണ് പ്രവർത്തനങ്ങൾ കൊണ്ട് വെളിച്ചമുണ്ടാവുക, എപ്പോഴാണ് പ്രവർത്തനങ്ങൾ സ്വാധീനിക്കാതെ നമ്മളുടെ മനസ്സ് ഇരുണ്ടു പോവുക, അതിന് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിൽ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ, എന്തോ ആവട്ടെ, നമസ്കാരമാവാം, നോമ്പാവാം, പുണ്യങ്ങളാവാം, ഖുർആൻ പഠനമാവാം, എന്തായിരുന്നാലും അത് ചെയ്യുന്നത് വളരെ ഇത്ഖാൻ,
പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണ രൂപത്തിൽ ചെയ്താൽ അത് അള്ളാഹുവിന് ഏറെ ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. എങ്ങനെയെങ്കിലും കടമ നിർവഹിക്കാൻ വേണ്ടി ചെയ്യുക എന്നത് പലപ്പോഴും നമ്മളെ സ്വാധീനിക്കും. എന്നാൽ അത്തരത്തിലുള്ള ഒരു നിയ്യത്തല്ല അമലുകൾക്ക് വേണ്ടത്. എല്ലാം ഒരു പെർഫെക്ഷൻ വേണം, പൂർണ്ണത വേണം. ഒരു പൂർണ്ണത ഒരു കാര്യത്തിന് കിട്ടാൻ എന്ത് വേണം? ആദ്യമേ പ്ലാൻ വേണം. ഒരു വീട്, ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നതിനിടയിൽ ഓരോ ചിന്തയുണ്ടായാൽ നടക്കുകയില്ല. അപ്പോഴൊക്കെ കെട്ടിടം പൊളിക്കുകയും തിരിക്കുകയും മറിക്കുകയും വേണ്ടി വരും. ഈ പെർഫെക്ഷൻ ആദ്യമേ ഉണ്ടെങ്കിൽ മാത്രമേ, പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മാണം ഏറ്റവും ഭംഗിയായിട്ട് അതിൻ്റെ ഫുൾ സ്റ്റോപ്പിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിം എന്ന നിലക്കുള്ള പ്രവർത്തനം. തുടക്കത്തിൽ തന്നെ നല്ല പ്ലാനിങ്ങും നല്ല നീയത്തും ഉള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ പക്കൽ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ആ പൂർണ്ണത ലഭിച്ചിരിക്കുന്ന അമലുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞ മനസ്സിനെ, ഹൃദയത്തെ പ്രകാശം കൊണ്ട് പൊതിയുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും മനസ്സിനെ, ഹൃദയത്തെ, ചിന്തയെ തെറ്റിലേക്ക് പോവാതെ നാം തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. അതോടൊപ്പം ഞാൻ നന്ദിയാണോ കാണിക്കുന്നത്, നന്ദികേടാണോ കാണിക്കുന്നത് എന്നും നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ആ രണ്ട് കാര്യങ്ങളും നമ്മൾ ആദ്യം പറഞ്ഞ മനസ്സിനെ ഏറ്റവും ചെറിയവനാക്കി ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തും. ഒരിക്കലും നമ്മളായിട്ട് ആളുകൾക്ക് മുമ്പിൽ വലുതാവാതിരിക്കുക. ലോകത്ത്, സമൂഹത്തിൽ, കുടുംബത്തിൽ, അയൽപക്കത്തിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഓരോരുത്തരും വലുതാവാൻ ആഗ്രഹിക്കുന്നു, ചെറുതാവാൻ ആർക്കും താല്പര്യമില്ല. അത് അമലുകളിലൂടെ, ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ നാം സ്വന്തമാക്കുകയും നമ്മളെ തന്നെ ഇതുമാതിരിയുള്ള ന്യൂനതകളിൽ നിന്ന് ചികിത്സിച്ച് നാം തന്നെ നമ്മളെ ഭേദപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ബർക്കത്തുകൾ നൽകി, റഹ്മത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പല ആവശ്യങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. ഈ ജുമായിൽ പങ്കെടുത്തിരിക്കുന്നതും നമ്മുടെ മനസ്സിൽ പല തരത്തിലുള്ള ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളുമുണ്ട്. എല്ലാം അറിയുന്നവൻ പടച്ചവനെ നീ മാത്രമാണ്. നീ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ച് അനുഗ്രഹിക്കണമേ നാഥം. ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഞങ്ങളെ കുട്ടികളെപ്പറ്റി, കുടുംബത്തെപ്പറ്റി, സാമ്പത്തിക വിഷയത്തിലുള്ള എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് അള്ളാഹുവെ നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. കഴിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പടച്ചവനെ നീ ബറക്കത്ത് നൽകി, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. പ്രയാസപ്പെടുന്ന രോഗങ്ങളും മറ്റും അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് അള്ളാഹുവെ നീ ശിഫ നൽകി, ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم بارك في أعمالنا، اللهم بارك في أولادنا، اللهم اجعلهم من أولاد البركة والسعادة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.